Hi, I am Kiran R, Assistant Professor, Srinarayana Institute of Technology, Adur. This is a video lecture of Fluid Machinery course for 4th semester Mechanical Engineering students. ഹായ്, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5 റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിലെ ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. An ideal single stage single acting reciprocating air compressor has a displacement volume of 14 liters and a clearance volume of 0.7 liters. It receives the air at a pressure of 1 bar and delivers at a pressure of 7 bar. The compression is polytropic with an index of 1.3 and expansion is isentropic with an index of 1.4. Calculate the net indicated work of a cycle. Calculate the net indicated work of a cycle. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് ഐഡിയൽ ആയിട്ടുള്ള സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറാണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം 14 ലിറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നതിൻ്റെ വോളിയം. പിസ്റ്റൺ ട്രാവൽ ചെയ്തേക്കുന്നതിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. VS 14 ലിറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം 14 ലിറ്റേഴ്സാണ്. അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് എ ക്ലിയറൻസ് വോളിയം ഓഫ് 0.7 ലിറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് പിസ്റ്റൺ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ബാക്കിയുള്ള വോളിയമാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്ലിയറൻസ് ഗ്യാപ്പിൻ്റെ അകത്തുള്ള വോളിയമാണ് ക്ലിയറൻസ് വോളിയം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 0.7 ലിറ്റർ ആണ്. ഇറ്റ് റിസീവ്സ് കംപ്രസർ റിസീവ് ചെയ്യുന്ന എയറിൻ്റെ പ്രഷർ, അതായത് P1 1 ബാറാണ്, ബാറിലാണ് തന്നേക്കുന്നത്. ആൻഡ് കംപ്രസ് ചെയ്തതിന് ശേഷമുള്ള പ്രഷർ 7 ബാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 ബാറാണ്. കംപ്രഷൻ നടക്കുന്നത് പോളിട്രോപ്പിക് കംപ്രഷനാണ്. എന്നിൻ്റെ വാല്യൂ 1.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ നടക്കുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ നടക്കുന്നത് അതിൻ്റെ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.4. ഇനി നമ്മൾ ആദ്യം തന്നെ ഗിവൺ ഡീറ്റെയിൽസ് എഴുതുവാണ്. ഗിവൺ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഗിവൺ ഡീറ്റെയിൽസ് നോക്കുവാണ്. ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം തന്നിട്ടുണ്ട് 14 ലിറ്റേഴ്സ്. ഇപ്പോൾ ലിറ്റേഴ്സിലാണ് തന്നേക്കുന്നത്. അതിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഇൻറ്റു 10⁻³ 14 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. രണ്ടാമത് നമുക്ക് തന്നേക്കുന്നത് ക്ലിയറൻസ് വോളിയമാണ് VC 0.7 ലിറ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ലിറ്റേഴ്സിൽ തന്നേക്കുന്നു. അതിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. 0.7 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഇനി നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സക്ഷൻ പ്രഷർ P1 ആണ് തന്നേക്കുന്നത്. P1 ബാറിലാണ് തന്നേക്കുന്നത് 1 ബാർ. സോ അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡെലിവറി പ്രഷർ 7 ബാർ. സോ 7 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കംപ്രഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ 1.3. എക്സ്പാൻഷൻ ഐസെൻട്രോപ്പിക് ആണ്. അതിൻ്റെ ഇൻഡെക്സിൻ്റെ വാല്യൂ 1.4. നമുക്കറിയാം V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയമാണ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ വോളിയം പറയുമ്പോൾ ക്ലിയറൻസ് വോളിയവും സ്വെപ്റ്റ് വോളിയം കൂടി ആഡ് ചെയ്യുന്നതാണ്. VSൻ്റെ വാല്യൂവും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VCയുടെ വാല്യൂവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴേക്ക് ടോട്ടൽ വോളിയം V1 കിട്ടും. V1 0.0147 മീറ്റർ ക്യൂബ്. നമുക്കറിയാം ക്ലിയറൻസ് വോളിയം വെച്ചുള്ള സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഓഫ് കംപ്രഷൻ മൈനസ് വർക്ക് ഓഫ് എക്സ്പാൻഷനാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഓഫ് കംപ്രഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടുപിടിക്കുന്നു. വർക്ക് ഓഫ് എക്സ്പാൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടാമത് കണ്ടുപിടിക്കും. അതിൻ്റെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് നെറ്റ് വർക്ക് ഡൺ കിട്ടും. അപ്പോൾ വർക്ക് ഓഫ് കംപ്രഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷനാണ് N/n-1 ഇൻറ്റു P1 V1 ഇൻറ്റു P2/P1 റൈസ് ടു n-1/n-1. ഇതാണ് വർക്ക് ഓഫ് കംപ്രഷൻ്റെ ഇക്വേഷൻ.
പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്ന ഇക്വേഷനാണ്. അതിനകത്ത് n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P1 സക്ഷൻ പ്രഷറാണ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, VS + VC വെച്ച് V1 കണ്ടുപിടിച്ചു. P2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P1 ക്വസ്റ്റ്യനിൽ അറിയാം, n അറിയാം, ബാക്കി 1 കോൺസ്റ്റൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വർക്ക് ഓഫ് കംപ്രഷൻ കിട്ടും. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1.3 ആണ്. 1.3 ഡിവൈഡഡ് ബൈ 1.3 മൈനസ് 1. P1ൻ്റെ വാല്യൂ 1 ബാർ, സോ 1 × 10⁵ Nm/m² ഇൻറ്റു V1ൻ്റെ വാല്യൂ 0.0147 m3. P1 V1 ആയി. ഇനി P2/P1ൻ്റെ വാല്യൂ 7/1 ഇൻറ്റു 1.3 മൈനസ് 1 ബൈ 1.3 മൈനസ് 1. ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴേക്ക് വർക്ക് ഓഫ് കംപ്രഷന് നമുക്ക് വാല്യൂ കിട്ടി. 3610.72 J/cycle കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഓഫ് എക്സ്പാൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർക്ക് ഓഫ് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. n/n-1 ഇൻറ്റു P1 V4 ഇൻറ്റു P2/P1 n-1/n മൈനസ് 1. ഈ ഇക്വേഷനകത്ത് n എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഇൻഡെക്സ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V4 തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. P2/P1, P2 അറിയാം, P1 അറിയാം, n അറിയാം. ബാക്കി V4 കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പം V4 കണ്ടുപിടിക്കുന്നതാണ് അടുത്ത സ്റ്റേജ്. V4 കണ്ടുപിടിക്കാൻ വേണ്ടി പോളിട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് P3 V3n is equal to P4 V4n. P3 V3n is equal to P4 V4n. അപ്പം അത് വെച്ച് P3/P4 is equal to P3/P4 is equal to V4/V3n. V4/V3n. അങ്ങനെയാണെങ്കിൽ V4/V3 is equal to P3/P4(1/n). V4/V3 is equal to P3/P4(1/n). P3/P4 is equal to V4/V3n. അങ്ങനെയാണെങ്കിൽ V4/V3 is equal to P3/P4(1/n). നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V4 ആണ്. V4ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V4 is equal to V3 ഇൻറ്റു P3/P4(1/n). അപ്പോൾ നമുക്ക് V4 is equal to V3 ഇൻറ്റു P3/P4(1/n). ഈ കേസ് നോക്കിക്കേ, നമുക്ക് V3 എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയമാണ്. ക്ലിയറൻസ് വോളിയം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2ന് ഈക്വലാണ്. P3 is equal to P2 ആണ്. സോ P3ക്ക് പകരം P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1ന് ഈക്വലാണ്. അപ്പോൾ P4ന് പകരം P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/nൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. n 1.4 ആണ്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് V4ൻ്റെ വാല്യൂ 2.81 ഇൻറ്റു 10⁻³ m3 കിട്ടും. V3ക്ക് ക്ലിയറൻസ് വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു P2/P1 7/1 ഇൻറ്റു 1/n പകരം 1/1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് 2.81 ഇൻറ്റു 10⁻³ m3 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് V4 ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. V4ഉം കണ്ടുപിടിച്ചു. ഇനി ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വർക്ക് ഓഫ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. വർക്ക് ഓഫ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുമ്പോഴേക്ക് 1.4/1.4 മൈനസ് 1 ഇൻറ്റു P1ൻ്റെ വാല്യൂ 1 ഇൻറ്റു 10⁵ ഇൻറ്റു V4ൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 2.81 ഇൻറ്റു 10⁻³ ഇൻറ്റു P2/P1 7/1 ഇൻറ്റു n-1/n എന്ന് പറയുമ്പോൾ 1.4 മൈനസ് 1/1.4 മൈനസ് 1. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് വർക്ക് ഓഫ് എക്സ്പാൻഷനും കിട്ടും. ഇനി നമ്മുടെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഓഫ് കംപ്രഷൻ മൈനസ് വർക്ക് ഓഫ് എക്സ്പാൻഷനാണ്. വർക്ക് ഓഫ് കംപ്രഷൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി, വർക്ക് ഓഫ് എക്സ്പാൻഷൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്ക് നെറ്റ് വർക്ക് ഡൺ കിട്ടും. നെറ്റ് വർക്ക് ഡണ്ണ് 2879.35 J/cycle കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ക്ലിയറൻസ് വോളിയം വെച്ചുള്ള വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ് സോൾവ് ചെയ്തത്. താങ്ക് യു.